नमस्ते बच्चों। तो मैंने पिछले दिन आपके लिए 4 क्वेश्चन आंसर लिखने को दिया था और कुछ लोगों ने लिखा भी, बहुत अच्छा किया. അപ്പോൾ കുട്ടികളെ ഞാൻ കഴിഞ്ഞ ദിവസം 4 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി തന്നിരുന്നു. കുറച്ച് പേരൊക്കെ എഴുതി, വെരി ഗുഡ്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ 4 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. पहला देखिए, उत्तर लिखे एक. मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. अपना ദൃഷ്ടികോൺ പ്രകട് കരെ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ നമുക്ക് വെറുതെ കിട്ടുന്ന നോട്ട് കെട്ടുകളെക്കാട്ടും വളരെയധികം മൂല്യമുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? वही इसका क्वेश्चन है. उत्तर देखिए, ये कथन बिल्कुल ठीक है. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വളരെയധികം ശരിയാണ്. ഹറാം കി ചീസേ ഹമാരെ ഹക്ക നഹി ഹെ. നമുക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതല്ല. മെഹനത് സെ കമായ പൈസ ഹി മൂല്യവാൻ ഹെ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ വളരെയധികം മൂല്യമുള്ളതാണ്. മാനവ് കോ ഈമാൻദാരി കെ സാത്ത് ജീന ഹെ. മനുഷ്യരെല്ലാവരും തന്നെ വളരെയധികം സത്യസന്ധമായിട്ട് വേണം ജീവിക്കാൻ. മെഹനത് ഈമാൻദാരി മേ 4 ചാന്ദ് ലഗാത്ത ഹെ. കഠിനാധ്വാനം സത്യസന്ധതയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. വഹി ഇസ്മേ ബത്തായ ഗയ ഹെ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ പറഞ്ഞിരിക്കുന്നത്. അഗ്ല ദേഖിയെ, दूसरा, बदमाशों को आसानी से काबू में किया जा सकता है, ऐसा क्यों कहा होगा? उत्तर. आपको क्वेश्चन समझ में आया होगा. നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. തെമ്മാടികളെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വശത്താക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? उत्तर, ബദ്മാഷോं के अंदर भी कुछ सच्चाई होती है. അല്ലേ? തെമ്മാടികളുടെ ഉള്ളിലും കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ടാവും. ഉപദേശ और सत्संग के द्वारा उन सच्चाइयों को बाहर ला सकते हैं. നിരന്തരമായ ഉപദേശവും അതേപോലെ നല്ല കൂട്ടുകെട്ട് കാരണം അവരുടെ ഉള്ളിലുള്ള നന്മകളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇസ്ലിയെ ऐसा कहा गया है. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. अगला क्वेश्चन देखिए, 3, नकल करके पास होने से फेल होना बेहतर है. अब्राहम लिंकन के इस विचार से क्या आप सहमत है? क्यों? आप लोगों ने बहुत अच्छी तरीके से कहा था. क्या कहा था? हमें नकल करना नहीं चाहिए. എല്ലാവരും വളരെയധികം കോൺഫിഡൻസോടുകൂടി പറഞ്ഞ കാര്യമാണ്. കോപ്പി അടിച്ച് പാസ്സാവുന്നതിനെക്കാട്ടും തോൽക്കുന്നതാണ് നല്ലത്. അബ്രഹാം ലിങ്കൺ ഈ ഒരു കാര്യത്തോട് യോജിക്കുന്നു. നിങ്ങളിതിനോട് യോജിക്കുന്നോ? ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിതിനോട് യോജിക്കുന്നത്? ഉത്തർ ദേഖിയെ, മേ ഇസെ 100% സഹമത് ഹോ. ഞാൻ ഇതിനോട് 100% യോജിക്കുന്നു. നക്കൽ സെ മിലി ജീത് മേ ജ്ഞാൻ കി ഗഹരായി നഹി ഹോത്തി. കോപ്പി അടിച്ച് നേടുന്ന ജയത്തിൽ നമ്മളുടെ അറിവിൻ്റെ ആഴം ഉണ്ടാവുന്നതല്ല. ഈ തത്കാൽ ലാഭ് ദേ സക്താ ഹെ. ഇതൊരു താൽക്കാലിക ലാഭമൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും. ലേക്കിൻ ഭവിഷ്യമേ ഇസ്സെ കോയി മുനാഫ നഹി ഹോത്ത. പക്ഷെ നമുക്ക് ഭാവിയിൽ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇസ്ലിയെ ഫെയിൽ സെ സീഖ് ലേനാ ഹി ബെഹത്തർ ഹെ. അതുകൊണ്ട് ഫെയിൽ ആകുന്നതിനെക്കാട്ടും നല്ലത് എന്താണ്? പഠിക്കുന്നതാണ് നല്ലത്. आपको समझ में आया? अगला देखिए, भीड़ से अलग होकर अपना रास्ता बनाना का मतलब क्या है? നമ്മളെല്ലാവരും പറഞ്ഞു അല്ലേ, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടൊരു വഴി തിരഞ്ഞെടുക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തർ, ഭീഡ് ഏക് ഹി മാനസികത കെ ആധാർ പർ ചൽത്തി ഹെ. അല്ലേ? ആൾക്കൂട്ടം ഒരേ ഒരു മാനസിക അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരേ ഒരു ചിന്തയിലും ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. भीड़ की मानसिकता से अलग होकर सोचने से ही नई दृष्टि और नए विचार मिलते हैं.
ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നമ്മൾ ഒരു പാത തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾക്ക് പുതിയ ഐഡിയാസും അതേപോലെ പുതിയ ചിന്തകളും ഉണ്ടാകുന്നത്. संसार के सभी महत व्यक्ति इस प्रकार सोचने वाले थे. इस नए दृष्टिकोण से सामाजिक प्रगति संभव है അല്ലേ? ഈ ഒരു പുതിയ കാഴ്ചപ്പാട് കാരണം ഒരു സോഷ്യൽ ചേഞ്ച് അവിടെ സംഭവ്യമാവുന്നു, ഒരു സാമൂഹിക മാറ്റത്തിനത് കാരണമാകുന്നു. संसार के सभी महत व्यक्ति इस प्रकार सोचने वाले थे. നമ്മളുടെ ലോകത്തുള്ള എല്ലാ മഹത് വ്യക്തികളും ഇതേ രീതിയിൽ വേറിട്ട് ചിന്തിക്കുന്നവരായിരുന്നു, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവരായിരുന്നു. ഇസ്ലിയെ ഉനെ സംസാർ മേ ബദ്ലാവ് ലാ സക. അതുകൊണ്ട് തന്നെ അവർ ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് തന്നെ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. तो आशा करती हूँ कि आप लोगों को समझ में आया. अगर आप लोगों को कुछ डाउट है तो ज़रूर पूछिएगा. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചോദിക്കണം. तो धन्यवाद.